ഹലോ ഗൈസ്, ഇത് മന്നങ്കാവ് ALP സ്കൂൾ. എൻ്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR ട്രെയിനിങ്. ക്ലാസ് എടുക്കാൻ വന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും 3 വ്യക്തികളാണ്. ക്ലാസ് എടുക്കുന്നത് ഭാവന കൃഷ്ണ. ആദ്യം തന്നെ നമുക്ക് പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ആട്ടോ. അയച്ചാൽ നമുക്ക് പൊള്ളലേറ്റാലും ബ്ലീഡിങ് വന്നാലും നായ കടിച്ചാൽ പാമ്പ് കടിച്ചാൽ അപസ്മാരം വന്നാൽ ഇതിനെപ്പറ്റിയുള്ള എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു തന്നത് കുട്ടികളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ, ഭക്ഷണം മാത്രമല്ല ഭക്ഷണം മുലപ്പാൽ ഒക്കെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. 5 പ്രാവശ്യം നമ്മൾ കുട്ടികളുടെ പുറത്തോട്ട് തട്ടി കൊടുക്കണം. 1 2 3 4 5 5 പ്രാവശ്യം കൊടുത്തോ. ഇനി അതേപോലെ ഇങ്ങോട്ട് തിരിയുക, അവർക്ക് 5 പ്രാവശ്യം കംപ്രഷൻ കൊടുക്കാം. 5 പ്രാവശ്യം നെഞ്ചത്തോട്ട് അമർത്തണം. ഇതിനെയാണ് ടൂത്ത് തമ്പ് കംപ്രഷൻ എന്ന് പറയുന്നത്. തമ്പ് ആൻഡ് സർക്കിൾ മെത്തേഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ അമർത്തി കൊടുക്കണം 5 പ്രാവശ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കൈ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു കൈ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി. 5 പ്രാവശ്യം. ക്ലിയർ അല്ലേ? എന്താണെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി ഈ കുട്ടികൾക്ക് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കരയാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെയായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ സിംറ്റംസ്. അപ്പൊ ഇവരെ നമ്മൾ ഇങ്ങനെ ഇടത്തിട്ട് ഒരു കാല് ഫ്രണ്ടിലോട്ട്, തല കുറച്ച് താഴ്ത്തിയിട്ട് 5 പ്രാവശ്യം തട്ടണം. അതേപോലെ തന്നെ ഇപ്പത്തെ കയ്യിൽ വെക്ക്, അവരുടെ നെഞ്ചത്തോട്ട് 5 പ്രാവശ്യം അമർത്തണം. ഇങ്ങനെ നിൽക്കാം. ഒരു 6-7 വയസ്സായ ഒരു കുട്ടികളിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ടതാണ് ഇപ്പോൾ മാഡം നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് എടുത്തതാണ് CPR. ഒരാൾ നമ്മളെ മുന്നിൽ കുഴഞ്ഞ് വീണ് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ CPR നൽകാം. പിന്നെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തുക. എന്തായാലും നമ്മൾ ചെയ്യുമല്ലോ, നമ്മൾ എന്തായാലും ഈ ഒരു സമയത്ത് സ്റ്റക്കാവും. എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ അവിടെ ഈ വീണ ആൾക്ക് ബോധമുണ്ടോ നോക്കുക, അയാളെ വിളിച്ചു നോക്കുക, തട്ടി വിളിച്ചു നോക്കുക. ഈ ഒരു അനക്കം ഒന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ CPR കൊടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നല്ലൊരു ക്ലാസ് ഭാവന മേഡം അവിടെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഒരു പക്ഷേ നമ്മളെ മുന്നിൽ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ ഒരാളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഷോൾഡർ. അത് മൂന്നാമത്തെ. വെരി ഗുഡ്. ഷോൾഡറിൽ അടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആംബുലൻസിനെ വിളിക്കണം. നാലാമത്തെ ഇവിടെ എന്ത് വെക്കണം, എന്ത് നോക്കണം? കെരോട്ടിക് പൾസ് ഉണ്ടോ നോക്കണം. ഒപ്പം തന്നെ എന്ത് നോക്കണം? ശ്വാസം എടുക്കുന്നുണ്ടോന്നും കൂടി നോക്കണം. ഈ 4 സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതൊന്നുമില്ല, നമുക്ക് പൾസ് കിട്ടുന്നില്ല, ആ പേഷ്യന്റ് ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് CPR. കാർഡിയോ പൾമണറി റെസിറ്റേഷൻ എന്നാണ് ഇതിനെ പറയാം. അപ്പൊ CPR ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ചിലർ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും, ചിലർ ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. നമുക്ക് ഡോമിനും ശക്തിയുള്ള കൈ ഏതാണോ ആ കൈ ഇങ്ങനെ വെക്കുക. എല്ലാവരും വെച്ച് എന്നിട്ട് വേറൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇന്റർലോക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാവരും വെച്ചിങ്ങനെ തലകറങ്ങി വീഴുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്സ് എല്ലാം ചെയ്തു. CPR ആണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെ കൈ വെക്കും? ഏത് കയ്യില്? റൈറ്റ് ഹാൻഡ് ഇങ്ങനെയും ലെഫ്റ്റ് ഹാൻഡ് ഇന്റർലോക്ക് ചെയ്യണം. ഈ 2 നിപ്പിളിന്റെ നടുവിലായിട്ട് എത്ര പ്രാവശ്യം കൊടുക്കണം? 30. എണ്ണിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇത്ര സ്ലോയിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനേക്കാളും സ്പീഡിലാ കൊടുക്കുക. നിങ്ങൾ നല്ല എണ്ണിപ്പോയി. കുറച്ചാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. അവരുടെ ഹെഡിന് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ താടി എല്ലാം കുറച്ച് പൊക്കുക. നമ്മൾ
ഇങ്ങനെ കിടക്കുമ്പോഴും കുറച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണോ ശ്വാസം കൂടുതൽ കിട്ടുക? കുറച്ച് മുകളിലോട്ട് നോക്കുമ്പോഴല്ലേ നമുക്ക് ശ്വാസം കുറച്ച് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അതേപോലെ തന്നെ അവര് എയർവേ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എയർവേ നമുക്ക് ഇങ്ങനെ ക്ലോസും ആണ്, കുറച്ച് ഓപ്പണും ആണ്. അപ്പൊ നമ്മൾ തലയും ചിന്നും കുറച്ച് മുകളിലോട്ട് ആക്കുമ്പോൾ അവരുടെ എയർവേ കുറച്ച് ഓപ്പൺ ആക്കും. അങ്ങനെ ഓപ്പൺ ആക്കും. പിന്നെയും 30 പ്രാവശ്യം കൊടുക്കുക, ഓപ്പൺ ആക്കുക. 1 മിനിറ്റ് 100 to 120 കംപ്രഷൻസ് വരെ കൊടുക്കണം എന്നാണ്. 1 മിനിറ്റ് 100 കംപ്രഷനും 100 to 120 കംപ്രഷൻ വരെ കൊടുക്കണം. പിന്നെ അവിടെ വന്ന രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, നമ്മളെ മുന്നിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ മുന്നിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ CPR നൽകാം എന്നവർ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമാർ ആൻസർ പറയുന്നുണ്ട്, മക്കൾ ആൻസർ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രക്ഷിതാക്കൾ അവിടെ പറയുകയും ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.